ബി.ജെ.പിയും തമ്മിൽ ഒരു ഡീലുണ്ട് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന് വന്ന ഞാൻ ഈ പറഞ്ഞ ആദർശപരമായ പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചയിൽ അങ്ങനെയും ആളുകൾക്ക് സംശയം തോന്നിയാൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനായിട്ട് പോയത് ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇടതുപക്ഷം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് തകർന്നു പോരെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബംഗാളിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് തുടരാൻ നല്ലതെന്നാണ് വ്യക്തിപരമായ എൻ്റെ ചിന്ത. ഈ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നതും എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറാകുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്യുകയാണ് പതിവ്. പാലക്കാട് രാഷ്ട്രീയ പശ്ചാത്തലം സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. ഇത് ഞങ്ങള് ഞാൻ ചോദിക്കട്ടെ, ആ മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചപ്പോ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? അല്ലല്ലല്ല, കേൾക്ക് ഇതൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ടും കൂടി കിട്ടുമെന്ന് ആലോചിക്കണം. മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചപ്പോൾ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? മുകേഷ് അവിടുത്തെ മറ്റേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നല്ല, ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. പ്രതിപക്ഷം പറയുന്ന ഡീലുള്ള 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അല്ലല്ല, ഇപ്പൊ നിങ്ങളോട് ഞാൻ കുറെ സീറ്റ് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ പാലക്കാട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ കാസർഗോഡ് പറഞ്ഞു ഇല്ലേ, മഞ്ചേശ്വരം പറഞ്ഞു, റാന്നി പറഞ്ഞു, കോന്നി പറഞ്ഞു, എത്തിയില്ലേ ഇപ്പൊ അത്രയും. ബാക്കി പറയാം ഇനിയും കുറെ. അല്ല, ഇവര് തമ്മിൽ രഹസ്യമായി നടത്തിയിരിക്കുന്ന ഡീലുകളെ കുറിച്ച് ഇനിയും പറഞ്ഞു തരാം, ബാക്കി കാര്യങ്ങൾ കൂടി. എവിടെ? അതൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്ന. എന്താണെന്നറിയാൻ പാടില്ലേ? അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ CPM-ന്റെ കോട്ടകളിലല്ലേ വോട്ട് പോയത്. വോട്ടല്ല, അത് CPM-ന്റെ കോട്ടകളിലാണ് വോട്ട് കംപ്ലീറ്റ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാലോ, അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. അത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞത് ഞങ്ങളെ വോട്ടല്ലല്ലോ പോയിരിക്കുന്നത്. അതെന്താണെന്നറിയാം, അത് ഈ BJP-യുമായി മത്സരിക്കുന്ന സമയത്ത് ഈ മൈനോറിറ്റി വോട്ടുകൾ BJP-യെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് പോകും. അത് സുനിൽകുമാറിന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ബീച്ച് സൈഡിലുള്ള വോട്ടുകൾ ഞങ്ങൾ ഓരോ ബൂത്തും പരിശോധിച്ചാണ്. അത് സുനിൽകുമാറിനാണ് പോയത്. എന്നിട്ട് സുനിൽകുമാർ ജയിച്ചില്ല. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും മറ്റ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ തൃശ്ശൂരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യുമായിട്ടുള്ള മത്സരം വന്നു കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം വന്നു. അപ്പോൾ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരം വന്നപ്പോൾ മൈനോറിറ്റി വോട്ട് K മുരളീധരനാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ജയിക്കാൻ സാധ്യത V ശിവൻകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകൾ, ഞാൻ മൈനോറിറ്റി വോട്ടെന്നല്ല, BJP വിരുദ്ധ വോട്ടുകൾ പോയത് ശിവൻകുട്ടിക്ക് പോയി. ഞങ്ങൾ കൂടി കിട്ടേണ്ട വോട്ട് ശിവൻകുട്ടിക്ക് പോയി. അത് നാച്ചുറലാണ്. നേമത്ത് ഇത്തവണ എങ്ങനെയായിരിക്കും? ഈ പറയുന്ന വോട്ട് മുരളീധരൻ മത്സരിച്ചതിനേക്കാൾ കൂടുമോ? അല്ല, ഞങ്ങളും BJP-യുമായി ഡയറക്റ്റ് മത്സരം വരും ഈ പ്രാവശ്യം. അതൊക്കെ കണ്ടിരുന്നല്ലോ, ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. എല്ലാത്തിനും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായും മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്, നിങ്ങൾ ഇതുപോലെ കാണുന്നില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാനല്ലേ രാവിലെ ഉത്തരം പറയണം എല്ലാ ദിവസവും. മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? അല്ല, മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ ആണ്. അങ്ങോട്ട് മാത്രമേ പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. റേഡിയോ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? നമ്മൾ അങ്ങനെയല്ലല്ലോ. എല്ലാ ദിവസവും വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കുത്തിത്തിരിപ്പ് ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറയല്ലേ. CPM BJP ഡീല് അഥവാ CJP കൂട്ടുകെട്ട്, CJP മുന്നണി കേരളത്തിൽ വലിയ അർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ അതിനെ നിഷേധിച്ചാലും ഇല്ലെന്ന് പറഞ്ഞാലും അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പാലക്കാട്ട് നിന്ന് തുടങ്ങി മഞ്ചേശ്വരം വഴി അതിങ്ങോട്ട് കാസർഗോഡ് വഴി ഇങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ അത് കോന്നിയിലും റാന്നിയിലും പല മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടി സാബു ജേക്കബ് ഒരു കോർപ്പറേറ്റുകാരനാണ്. ആ സാബു ജേക്കബ് മറ്റൊരു കോർപ്പറേറ്റ് മുതലാളിയുമായി ചേർന്ന് രാജീവ് ചന്ദ്രശേഖരനുമായി ചേർന്നിട്ട് കുറേ സിനിമാ നടിമാരെ ചാക്കിട്ട് കൊണ്ടുവന്ന് പണവും കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവരെയൊക്കെ വിജയിപ്പിക്കണമെന്ന് പറയുമ്പോൾ 2020ക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
ഇവരുടെ കിഴക്കമ്പലം അടക്കമുള്ള 2020 കോട്ടകളിൽ എന്താണ് സംഭവിച്ചത്? ഒന്ന്. രണ്ടാമത്തത്, അത് കഴിഞ്ഞിട്ട് ED അന്വേഷണം വന്നപ്പോൾ നേരെ NDA പാളയത്തിൽ പോയി സന്ധി ചെയ്ത സാബു ജേക്കബ്, ആ സന്ധിക്ക് പിന്നാലെ 2020 ഉണ്ടായിരിക്കുന്നത് എത്ര വലിയ പൊട്ടിത്തെറിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യം ഉണ്ടാവില്ല. നിങ്ങൾ 2020 ഈ സാബു ജേക്കബ് NDAയിലെ ഭാഗമാകുന്നതിന് മുമ്പ് 2020 എങ്ങനെയായിരുന്നു എന്ന് കിഴക്കമ്പലത്ത് പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് NDAയിൽ ചേർന്നതിന് ശേഷം എങ്ങനെയാണ് 2020യുടെ അവസ്ഥ എന്ന് കിഴക്കമ്പലത്ത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത് വലിയ ഡീലുകൾ നടത്തിയിരിക്കുകയാണ്. വലിയ ഡീലുകൾ നടത്തിയിരിക്കുകയാണ്. അത് 2020 അതിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. 2020 അതിൻ്റെ ഭാഗമായതുകൊണ്ട് വേറെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന CPM BJP ഡീല് അത് പാലക്കാടുണ്ട്. കാരണം പാലക്കാട് അത് ഉണ്ടാക്കാനുണ്ടായ കാരണം, പാലക്കാട് നിങ്ങൾ നോക്കൂ, CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്ര വൈകിയാണ് പാലക്കാട് CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ആ പാലക്കാട് എന്തുകൊണ്ട് അത്ര വൈകി എന്ന് മാത്രമല്ല, പാലക്കാട് വൈകാനുണ്ടായ കാരണം, ആദ്യം രമേശ് പിഷാരടിയുടെ പേര് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്ന പേരാണ്. സ്ഥാനാർത്ഥി രമേശ് പിഷാരടി തന്നെ ആകുമെന്നുള്ളതും ഏറെക്കുറെയൊക്കെ തന്നെ ഉറപ്പുമുള്ള കാര്യവുമായിരുന്നു. എന്നിട്ടും പാലക്കാട്ട് CPMന് സ്ഥാനാർത്ഥി നിർത്താൻ ഇത്ര വൈകിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായിട്ട് രമേശ് പിഷാരടിയെ ആദ്യം ഇവരൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. 2, രമേശ് പിഷാരടി പാലക്കാട്ട് എത്തിയത് മുതൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മനസ്സിലായില്ലേ? അതുമാത്രവുമല്ല, ഇതിൻ്റെയൊക്കെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇതിനേക്കാളൊക്കെ ഉപരി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരമുണ്ടാവില്ല എന്നുള്ളത് ഈ പറയുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ എന്നല്ല 100% ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ ആരാണ് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്? അധികാരത്തിലെത്താൻ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ആരാ? BJP ആണോ? അല്ല, ഒരിക്കലുമല്ല. പിന്നെ ആരാണ് അധികാരത്തിലെത്താൻ വെല്ലുവിളിയായിട്ടുള്ളത്? ഈ പറയുന്ന കോൺഗ്രസ് ആണ്, UDF ആണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവിടെ കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറക്കണം. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പായിട്ടും വിജയിക്കുമെന്നുള്ളിടത്ത് മാക്സിമം ഈ കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകൾ അത് ഭിന്നിപ്പിക്കണം, അത് ശിഥിലമാക്കണം എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ട് NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതുപോലെ തന്നെയാണ് മഞ്ചേശ്വരത്തും നടക്കുന്നത്. മഞ്ചേശ്വരത്ത് ആദ്യം ഈ പറയുന്ന എന്താ ചങ്ങായിൻ്റെ പേര്, ഒരു കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ചങ്ങായി കാസർഗോഡ് മത്സരിക്കുന്നുണ്ടല്ലോ, എന്തോ പാതൂര്, എന്ത് പാതൂരാ? ഷാനവാസ് പാതൂര്. ഈ ഷാനവാസ് പാതൂര് കാസർഗോഡാണ് മത്സരിക്കുന്നത്. ആദ്യം തീരുമാനിച്ചത് മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്നുള്ളതാണ്. പിന്നീട് അത് കാസർഗോഡേക്ക് മാറ്റുന്നു എന്ന് മാത്രമല്ല, കാസർഗോഡ് ഷാനവാസ് പാതൂരിനെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഷാനവാസ് പാതൂരിൻ്റെ അളിയനും മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രനും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. എന്താ കൂടിക്കാഴ്ച? ഷാനവാസ് പാതൂരിൻ്റെ അളിയൻ NDAയുടെ മഞ്ചേശ്വരം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ പറയുന്ന ഷാനവാസ് പാതൂരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാ, ചർച്ച നടത്തുകയാ. പറഞ്ഞു വരുന്നത് ഈ ഡീല് ഇന്നലെ തുടങ്ങിയതാണോ? അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ തുടങ്ങിയതാണോ? അല്ലല്ലോ. ഇത് എന്ന് തുടങ്ങി? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് ഏറ്റവും ഒടുവിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ദാനമായി നൽകി സംഘപരിവാറിന്. ആര്? CPM. അങ്ങനെയാണ് ഈ പറയുന്ന ഡീലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡീലിന് പിന്നിൽ BJP അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. BJPക്കും അതല്ല ലക്ഷ്യം. മറിച്ച് CPMന്റെ ലക്ഷ്യം അതുവഴി കോൺഗ്രസിൻ്റെ അംഗബലം കുറച്ചിട്ട് തങ്ങൾക്ക് അധികാരത്തിലെത്തണമെന്നുള്ളതാണ്. എന്നാൽ BJP എന്തിന് ഇതിൽ നിന്നു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. മനസ്സിലായില്ലേ? ആരെയും അറിയിക്കാതെ, ആരും അറിയാതെ, ക്യാബിനറ്റിലെ അംഗങ്ങൾ വരെ അറിയാതെ രാത്രിക്ക് രാത്രി പോയിട്ട് അതിലൊപ്പിട്ട് വന്നില്ലേ?
അത് തന്നെയാണ് ആ ഡീല്. എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്ത കേരളത്തിൽ അവിടെ ഈ പറയുന്ന സംഘ് പരിവാറിന് കുഴലൂതുന്ന അവരുടെ ഏജൻ്റായിട്ടുള്ള ഒരാൾ അധികാര കസേരയിൽ വേണം. അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അതുകൊണ്ട് സംഘ് പരിവാറിനെയും RSSനെയും സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ആ കാര്യം കാരണം പിണറായി വിജയൻ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വെടിപ്പായിട്ട് ചെയ്യും അല്ലേ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് സുരേന്ദ്രന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് കുഴൽപ്പണം ചാക്കുകളിൽ കെട്ടുകെട്ടായിട്ട് വന്ന കുഴൽപ്പണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷണമുണ്ടോ? അത് എവിടെ എത്തി നിൽക്കുന്നു? എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഡീലുകൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. ആ ഡീലുകളുടെ ഭാഗമായിട്ടാണ് MR അജിത് കുമാറിന് തൃശ്ശൂർ പൂരത്തിൻ്റെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കുന്നതും ആ MR അജിത് കുമാറിന് RSS നേതാക്കളെ കാണാൻ കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതും ചർച്ചകളിൽ ദൂതനായിട്ട് MR അജിത് കുമാറിനെ നിർത്തുന്നതും. ഇവിടെയുള്ള ചർച്ചകളിലെ ദൂതൻ MR അജിത് കുമാർ ആയിരുന്നുവെങ്കിൽ ഡൽഹിയിലുള്ള ചർച്ചകൾക്ക് ദൂതനായിട്ട് ജോൺ ബിട്ടാസും നിൽക്കുകയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം CPMൻ്റെ ഒരു വാരികയിൽ ഒരു ലേഖനം വരിക. ആരുതാ ലേഖനം? ആ ലേഖനത്തിൻ്റെ വിഷയം എന്താണ്? വിഷയം ഈ പറയുന്ന PM ശ്രീയും നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുമാണ്. അത് രണ്ടും സംഘ് പരിവാർ അജണ്ടയാണെന്ന് ആര് പറയുന്നു? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി പറയുന്നു. എപ്പോഴാണ് പറയുന്നത്? PM ശ്രീയിൽ പോയി ഒപ്പിട്ട് വന്നിട്ട്. ഇതെപ്പോഴാണ് പുറം ലോകം അറിയുന്നത്? ഒപ്പിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇത് പുറം ലോകം അറിയുമ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ബേബി അറിഞ്ഞിരുന്നോ? ഇല്ല. ഈ പറയുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിലെ ശിവൻകുട്ടിയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ അറിഞ്ഞിരുന്നോ? ഇല്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒപ്പിട്ടു എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് മന്ത്രിമാർ പോലും അറിയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഡീല് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. RSSനും താല്പര്യം പിണറായി വിജയനോടാ. കാരണം എന്താ? അവർ പറയുന്നത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ പിണറായി വിജയൻ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. മറ്റാരെയും അതിന് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഡീലുകൾ നടപ്പിലാക്കപ്പെടാൻ അവർ അതിയായ പ്രയത്നങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഇനി സഖാക്കളും സംഘികളും ഒക്കെ മനസ്സിലാക്കിക്കോ. എവിടെയൊക്കെ ഡീലുണ്ടാക്കിയാലും എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് UDF അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ. അതോടുകൂടി എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മുടെ ഫാദർ പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടില്ലേ? ആദ്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാ. അപ്പം അത് കണ്ടിട്ട് ആരെങ്കിലും ഇത്തരം ഡീലുണ്ട് എന്ന് സംശയിച്ചാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഇതിലൂടെ എനിക്ക് മനസ്സിലായി. എന്താണ്? കേരളത്തിലെ ചില മാധ്യമങ്ങൾ എത്രയൊക്കെ വളച്ചു കെട്ടാൻ ശ്രമിച്ചാലും മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒന്നുറപ്പാണല്ലോ, ഈ ജനം പ്രബുദ്ധതയുള്ളവരാണ് എന്നുള്ളതാണ്. ഇനി നമ്മളിതിൽ ചില കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾക്ക് വ്യക്തമാകും. എന്താണത്? അതെന്ന് പറയുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. BJP വിജയിച്ച് കയറിയ തൃശ്ശൂരിൽ മാത്രം പുതുതായി ചേർക്കപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് 1,25,000 വോട്ടുകളാണ്. അങ്ങനെ കേരളത്തിലെ ബാക്കിയുള്ള 19 മണ്ഡലങ്ങളിലും അങ്ങനെ ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സാധാരണഗതിയിലുണ്ടാവുന്ന ഒരു 4%, 5%, 3% ഈ വർധനവ് മാത്രമേ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ. അത് എല്ലാ കാലത്തും ഉണ്ടാകുന്നതുമാണ്. എന്നാൽ തൃശ്ശൂരിൽ 1,25,000 എന്ന് പറഞ്ഞാൽ 11% വോട്ടുകളാണ് അധികം വന്നത്. സുരേഷ് ഗോപിയുടെ വിജയമോ 75,000 വോട്ടുകൾക്ക്. കൃത്യമാണല്ലോ എവിടെയാണ് ഡീല്, എന്താണ് ഡീല് എന്നുള്ളതൊക്കെ.